ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണതെന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് കേട്ടോ മൈദപ്പൊടി എടുക്കുന്നത്. ഇതിക്കൊരു 1/4 ടീസ്പൂണ് സോഡ പൊടി കേട്ടോ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുള്ളവർക്ക് ഇട്ടെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പാകത്തിന് ഇട്ടെടുക്കുക. ചില പഴം നല്ല പഴുത്ത് നല്ല മധുരം ഉണ്ടാകും, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റായിട്ട് മതി എന്നുള്ളവർക്ക് അരിപ്പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെറും മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ചില ഹോട്ടലുകളിലൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ ദോശമാവ് ഉണ്ടല്ലോ, നമ്മൾ ദോശമാവ് ലേശം ഇതിലേക്ക് പാർന്ന് കൊടുക്കും, നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈര് പാർന്ന് കൊടുത്താലും അതേമാതിരി പൊങ്ങും. ഇനി വെള്ളം പാർന്ന് കൊടുക്കുക. വെള്ളം പാകത്തിന് കേട്ടോ, കുറച്ചായി പാർന്നുകൊണ്ട് പാകത്തിന് ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ വെള്ളമൊക്കെ പാകത്തിനാക്കിക്കണം കേട്ടോ. നല്ല ലൂസാവാൻ പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ പഴത്തുമ്മക്ക് ഇതിൻ്റെ മാവ് പിടിക്കില്ല കേട്ടോ. ഞാൻ പഴം എടുത്തുക്കണ്. പഴം അത്യാവശ്യം വലിയ പഴമാണ് കേട്ടോ. അത് ഇപ്പം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാൻ നടു മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ചാണ് കേട്ടോ. ഒരു 3-4 എത്രണ്ണത്തിന് ഓരോ പഴത്തിൻ്റെയും കട്ടിക്കനുസരിച്ച് ആക്കാം. ഇതിപ്പോൾ വലിയ പഴമായതുകൊണ്ട് 4 പീസ് ആക്കാനുണ്ട് കേട്ടോ. ഒരു മുറിമന്ന് അങ്ങനെ ഒരു പഴത്തുമെന്ന് 8 പീസിനുണ്ട്. ഇത് ചെറിയ പഴം അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരു പഴം തന്നെ ഇങ്ങനെ നീളകത്തിന് മുറിച്ചാട്ടോ. പഴമൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പഴം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിക്ക് ഇട്ടെടുക്കുക കേട്ടോ. ഓരോന്ന് ഇതിന്ന് ഓരോന്നെടുത്തുകൊണ്ട് ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുക. എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. എന്നിട്ട് ഓരോന്നിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം കളറ് മാറി തുടങ്ങണ കണ്ടാൽ ഒന്ന് മറിച്ചിടുക. എന്നിട്ട് അപ്പുറം ഭാഗം കൂടി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെന്തിക്കണ്. ഒരു ഗോൾഡൻ കളറായാൽ മതി കേട്ടോ, കുറഞ്ഞൊരു ഗോൾഡൻ കളറ്. ഇനി ഇത് ഇതിന് വാങ്ങാം കേട്ടോ. ഞാനിതാ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നു കേട്ടോ.